വിഭശ്ചിത്ത് എന്ന ചക്രവർത്തി അഗ്നിദേവനായി തൻ്റെ തല അഗ്നികുണ്ഡത്തിൽ ഹോമിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് അവിടെ ഒരുക്കിയിരുന്ന 4 ഹോമകുണ്ഡങ്ങളിൽ നിന്ന്, അതായത് അഗ്നികുണ്ഡങ്ങളിൽ നിന്നും 4 തേജസ്വികളായ പുരുഷന്മാർ പുറത്തേക്ക് വന്നു. അത് ഈ വിഭശ്ചിത്ത് രാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന് 4 ദിവ്യമായ ശരീരങ്ങൾ ലഭിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ചതുർമൂർത്തിരഥോത്തസ്ഥൗ പാവകാത് വസുധാധിപഃ പ്രജ്വലം തേജസാം പുഞ്ചൈർനാരായണ ഇവാർണവാത്. 4 ശരീരങ്ങൾ 4 അഗ്നികുണ്ഡങ്ങളിൽ നിന്നായി പുറത്തേക്ക് വന്നു. അത് 4ഉം ഈ വിഭശ്ചിത്ത് എന്ന ചക്രവർത്തിയുടെ തന്നെ രൂപങ്ങളായിരുന്നു. 4 രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പ്രജ്വലൻ തേജസാം പുഞ്ചൈഹി, പ്രകാശ ശരീരികളായിരുന്നു ആ 4 പേരും. എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ശരീരത്തോടു കൂടിയവർ. ആ 4 പേരും എങ്ങനെയാണ് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, പാലാഴിയിൽ നിന്ന് മഹാവിഷ്ണു എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത് അതുപോലെ അത്രയും ദിവ്യവും മഹനീയവുമായിരുന്നു ആ കാഴ്ച. അവിടെയാണ് നമ്മൾ നിർത്തിയത്. തേ ദേഹാസ്തസ്യ ചത്വാരോ വിരേജുർഭാസ്വരദ്വിഷഃ സഹജാതോത്തമോത്തം സഭൂഷണായുധവാസസഃ. 4 ശരീരത്തോടുകൂടി ഈ വിഭശ്ചിത്ത് എന്ന ചക്രവർത്തി ഇപ്പോൾ പ്രകാശിച്ചു നിൽക്കുന്നു. ആ ശരീരങ്ങളെന്ന് പറഞ്ഞാൽ സഹജാത ഉത്തമോത്തം സഭൂഷണ ആയുധവാസസഃ, ഉത്തമങ്ങളായ കിരീടങ്ങൾ, ശിരോലങ്കാരങ്ങൾ, അനേകം ആഭരണങ്ങൾ, അതുപോലെ തിളങ്ങുന്ന പട്ടുവസ്ത്രം, ഇവയോടുകൂടിയാണ് ഈ 4 ഈ ശരീരങ്ങളും അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതായത് എല്ലാം റെഡിമെയ്ഡായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇനി മുണ്ടും ഷർട്ടും ഒക്കെ തയ്പ്പിച്ചിടുന്നതിന് പകരം അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നവരായതുകൊണ്ട് തേജസ്വികളായിരുന്നു ആ 4 പേരും. 4 പേരെന്ന് പറഞ്ഞെങ്കിലും അത് ഒരേ ചക്രവർത്തിയുടെ തന്നെ 4 രൂപങ്ങൾ, അദ്ദേഹത്തിന് 4 ശരീരങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത്. സഹൈവ ജാതാനി ഉത്തമാനി ഉത്തംസഭൂഷണായുധവാസാംസി, ഉത്തമങ്ങളായ കിരീടങ്ങൾ, ശ്രേഷ്ഠങ്ങളായ ദിവ്യ ആഭരണങ്ങൾ, അതുപോലെ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന ദിവ്യ ആയുധങ്ങൾ, ഇവയോടുകൂടിയാണ് ഈ 4 ശരീരങ്ങളും പുറത്തേക്ക് വന്നത്. സകങ്കടശിരസ്ത്രാണാ സമൗലികടകാംഗദാഃ സഹാരകുണ്ഡലാഭോഗാ സർവാ സർവേ മഹാശയാഃ. കൈകളിൽ വള, തളയും വളയുമുണ്ട്. തള എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഈ തോളിൽ, അതായത് ഈ കൈയുടെ മുകളിലായിട്ട് തോൾവള എന്ന് നമ്മൾ പറയും, അതിനെയാണ് തള എന്ന് പറയുന്നത്. കാലിലുള്ളതിനും തള എന്ന് പറയും. ഇതിന് തോൾവള, കൈകളിൽ വള. വള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇടുന്നത് പോലെ കുപ്പിവളയല്ല, സ്വർണ്ണവളയും ഇടാറില്ല. രജത കങ്കണം, വെള്ളി കൊണ്ടുള്ള വള പോലെയുള്ള റൗണ്ടായിട്ടുള്ള ഒരു സാധനം. ഹാരം, കുണ്ടലം. ശരീരത്തിൽ അവർ ധരിച്ചിരുന്നത് സ്വർണ്ണവളകളാണ്. ശിരസ്ത്രാണം, തലപ്പാവ്. ഇവയോടുകൂടി കങ്കടം എന്ന് പറഞ്ഞാൽ കങ്കണം, വള എന്ന് തന്നെയാണ് അർത്ഥം. ഇങ്ങനെയുള്ള സർവ്വവിധ ആഭരണങ്ങളോടും അനേകം ആയുധങ്ങളോടും കൂടി പരമ തേജസ്വികളായ മഹാവീരന്മാരായ 4 ആളുകൾ ഈ 4 ഹോമകുണ്ഡങ്ങളിൽ നിന്ന് പുറത്തു വന്നു. മൗലിപദേന തദ്ഭൂഷണാനി, തല എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ.
സ മൗലി കടകാംഗദാഹ. മൗലി എന്ന് പറഞ്ഞാൽ മൗലിയിൽ ധരിക്കുന്നത് കിരീടം എന്നർത്ഥം. കിരീടങ്ങളോടും മറ്റ് ഭൂഷണങ്ങളോടും ശിരോരത്നാദീനി, തലയിൽ ചൂടുന്ന രത്നം, ഇവയോടൊക്കെ കൂടിയാണ് അവർ പുറത്തു വന്നത്. സർവാൻ അവന്തി രക്ഷന്തീതി സർവാഹ, എല്ലാവരെയും രക്ഷിക്കാൻ ശക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ വീര്യം, പരാക്രമം തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയവരായി 4 മഹാപുരുഷന്മാർ ആ അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. സർവയേവ സമാകാര സദൃശ അവയവാൻവിതാഹ ചഞ്ചലൗഘൈശ്രവഃ പ്രഖ്യം ചഞ്ചലോച്ചൈശ്രവഃ പ്രഖ്യം ഹയരത്നമവസ്ഥിതാഹ. വെറുതെ പുറത്തേക്ക് വരികയല്ല ചെയ്തത്, കുതിരയോട് കൂടിയാണ് അഗ്നിയിൽ നിന്ന് പുറത്തു വന്നത്. അതായത് കുതിരപ്പുറത്ത് അശ്വാരൂഢന്മാരായി 4 പേർ പുറത്തു വന്നു. എല്ലാവരും കാണാൻ ഒരുപോലെ തന്നെ, ഒരേ ആകൃതി, ഒരേ പൊക്കം, ഒരേ വണ്ണം, ഒരേ നിറം, ഒരേ തരത്തിലുള്ള ആയുധങ്ങൾ. കാരണം ഒരാൾ തന്നെയാണ് 4 രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. അപ്പോൾ സമാനമായ ആകൃതിയോട് കൂടിയവരായി സദൃശ അവയവാൻവിതാഹ, കയ്യ്, കാല്, മുഖം, കണ്ണ്, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിലും അവർക്ക് സമാനതകളുണ്ടായിരുന്നു, ഒരുപോലെ തന്നെ. അങ്ങനെയുള്ള 4 പേരാണ് വന്നത്. ചഞ്ചല ഉച്ചൈശ്രവ പ്രഖ്യം, ദേവേന്ദ്രൻ്റെ കുതിരയാണ് ഉച്ചൈശ്രവസ്, പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഈ ഐരാവതം, ഉച്ചൈശ്രവസ്, കൗസ്തുഭം എന്ന രത്നം, കൽപ്പവൃക്ഷം, കാമധേനു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാലാഴി മഥനം നടത്തിയപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നവയാണ്. അപ്പോൾ ഉച്ചൈശ്രവസിനെ പോലെ അത് നല്ല തൂവെള്ള നിറത്തിലുള്ള കുതിരയാണ്. അങ്ങനെയുള്ള വെള്ളക്കുതിരകൾ, അതായത് ഉച്ചൈശ്രവസിനോട് ഉപമിക്കാവുന്ന അത്രയും പ്രൗഢിയും അത്രയും ശ്രേഷ്ഠതയും ഉള്ള 4 കുതിരപ്പുറത്താണ് ഈ 4 ശരീരങ്ങളും അഗ്നിയിൽ നിന്ന് പുറത്തു വന്നത്. ഹയരത്നം അവസ്ഥിതാഹ അധിരൂഢാഹ. ഇങ്ങനെ കുതിരയോടുകൂടി അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആരെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയത്. സർവയേവ സമാകാര, അത് വായിച്ചു. സസുവർണ ശരാപൂർണ തൂണീരാസു മഹാശയാഹ സമാന ഗുണകോദണ്ഡാ സമാന പപുഷശുഭാഹ. സ്വർണം കൊണ്ടുണ്ടാക്കിയ വില്ല് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആവനാഴിയും ആവനാഴികളിൽ നിറയ്ക്കപ്പെട്ടിട്ടുള്ള അമ്പുകളും. അങ്ങനെയുള്ള സവിശേഷതകളോട് കൂടിയാണ് ഇവർ 4 പേരും പുറത്തു വന്നത്. സമാന ഗുണകോദണ്ഡാഹ, 4 പേരുടെയും കയ്യിൽ ഉള്ള വില്ലുകൾ ഒരേ ആകൃതിയോട് കൂടിയവയായിരുന്നു. അവയിൽ ഞാൻ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. സമാന വപുഷശുഭാഹ, കണ്ട ഒരുപോലെ തന്നെ, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ ഒരേപോലെയുള്ള 4 പുരുഷന്മാരാണ് അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. സമാരോഹന്തി തേ യസ്മിൻ പുംസി നാഗേരഥേഹയേ സർവേഷാമരിദോഷാണാം നൈവ ഗമ്യോ ഭവത്യസൗ. സമാരോഹന്തി തേ യസ്മിൻ, അവർ ഏതേത് വാഹനങ്ങളുടെ പുറത്ത് കയറിയിരുന്നു. ഇപ്പോൾ കുതിരപ്പുറത്ത് കയറിയാണ്, അല്ലെങ്കിൽ അശ്വാരൂഢരായിട്ടാണ് പുറത്ത് വന്നത്. ഇനി അവർക്ക് വേറെയും വാഹനങ്ങളുണ്ടായിരുന്നു. നാഗം, ആന, രഥം, തേര്, ഹയം, കുതിര, ഇങ്ങനെ എന്തെന്ത് അവരുടെ പക്കലുണ്ടായിരുന്നു. ഇതെല്ലാം അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ആ തേരും ആനയും കുതിരയും ഒന്നും ശത്രുക്കൾക്ക് തൊടാൻ പോലും കഴിയാത്ത മഹിമയോടുകൂടിയവയായിരുന്നു. സർവേഷാം അരിദോഷാണാം നൈവഗമ്യോ ഭവത്യസൗ. ഇവരുടെ രോമത്ത് തൊടാൻ പോലും ശത്രുക്കൾക്ക് കഴിയുകയില്ലായിരുന്നു. അത്ര പരാക്രമശാലികളായിരുന്നു ഇവർ 4 പേരും. കാരണം ഒരു വലിയ സൈന്യത്തെയാണ് നേരിടേണ്ടത്. ശത്രു സൈന്യം ആ നഗരത്തെ വളഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത, ഇവരുടെ ദേഹത്ത് ഒന്ന് തൊടാൻ പോലും ശത്രുക്കൾക്ക് സാധ്യമല്ലായിരുന്നു. അത്രയും പരാക്രമശാലികളായിരുന്നു, വീരന്മാരായിരുന്നു ഈ 4 പേരും.
അപരമസാധാരണം ഗുണമാഹ സമാരോഹന്തീതി തേ ദേഹ യസ്മിൻ പുംസി ശിബികാവാഹേ നാഗേ ഗജേ രഥേ ഹയേ വാ സമാരോഹന്തി. ഈ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4 പേര് ആനപ്പുറത്തും രഥത്തിലും കുതിരയിലും ഒക്കെ യാത്ര ചെയ്യാൻ കഴിവുള്ളവരായിരുന്നു. അസൗ നരഹ നാഗാദിശ്ച സർവേഷാം അരിപ്രയുക്ത മന്ത്രയന്ത്ര കൃത്യാ ശസ്ത്രാസ്ത്രാദി ദോഷാണാം നൈവ ഗമ്യ പ്രാപ്യോ ഭവതീതി. ഇവരുടെ അടുത്ത് ശത്രുക്കളുടെ അസ്ത്രങ്ങളോ മറ്റായുധങ്ങളോ മന്ത്രമോ തന്ത്രമോ ഒന്നും ഫലിക്കുകയില്ല. കാരണം അദൃശ്യന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇവരെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അത്രയും മഹത്വമുള്ള 4 പേരാണ്. ഒരേ ആളിൻ്റെ തന്നെ 4 രൂപങ്ങളാണ് പുറത്തു വന്നത്. അങ്ങനെ ആരാലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത പരാക്രമവും ദിവ്യമായ ശരീരവും അസ്ത്രശസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. പീത്വാ ധൃത്വാ ചിരം കാലം ഗർഭേ പുരുഷതാപിതാഹ വേദ്യാമിവ ഹിതാസ്തത്ര സാഗരാ ബടവാർച്ചിഷ. ഈ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരഗ്നി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കവിസങ്കല്പം. അതിനെയാണ് ബടവാഗ്നി എന്ന് പറയുന്നത്. ചിലരെയൊക്കെ നമ്മൾ പറയാം, എടാ കള്ള ബടവ എന്ന് പറയാറുണ്ട്. ആ ബടവ എന്ന് പറഞ്ഞാൽ അത് ഒരഗ്നിയാണ്. അത് സമുദ്രത്തിൻ്റെ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. സമുദ്രം മുഴുവൻ ജലമല്ലേ, എന്തുകൊണ്ട് ഈ അഗ്നി അണഞ്ഞു പോകുന്നില്ല? കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. ജലത്തിൻ്റെ ഉള്ളിൽ സദാ ആ സമുദ്രജലത്തെ നീരാവിയാക്കിക്കൊണ്ട് ഒരഗ്നിയുണ്ട്. അതിൻ്റെ പേരാണ് ബടവാഗ്നി. ആ ബടവാഗ്നിയിൽ നിന്ന് പുറത്തു വന്നവരാണോ എന്ന് തോന്നും ഇവരെ കണ്ടാൽ. ബടവാഗ്നി എന്താ ചെയ്യുന്നത്? സദാ സമുദ്രജലത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പീത്വാ ധൃത്വാ ചിരം കാലം ഗർഭേ പുരുഷതാപിതാഹ. പുരുഷതാപിതാഹല പുരുഷതാപിതാഹ. വിഗ്രഹിക്കുമ്പോൾ പുരുഷതാ ആപിതാഹ എന്ന് പിരിക്കണം. സദാ സമുദ്രജലത്തെ കുടിച്ച് അതിനെ തൻ്റെ ഉദരത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഗർഭത്തിൽ വഹിച്ച് ആ സമുദ്രജലത്തിന് ഒരു മനുഷ്യരൂപം നൽകി ഈ ബടവാഗ്നി പ്രസവിച്ചവരാണോ ഇവർ എന്ന് തോന്നും. അഗ്നിയിൽ നിന്ന് പുറത്തു വന്നവരായതുകൊണ്ട്. വേദ്യാമിവ ഹിതാസ്തത്ര സാഗരാ ബടവാർച്ചിഷ. കിഞ്ച തേ ദേഹാഹ ചത്വാരഹ സാഗരാഹ. 4 ദിക്കിലുള്ള 4 സാഗരങ്ങൾ. പൂർവ്വദിക്കിൽ, ഉത്തരദിക്കിൽ, ദക്ഷിണ ദിക്കിൽ, പശ്ചിമ ദിക്കിൽ, ഇങ്ങനെ 4 സമുദ്രങ്ങളുണ്ടെന്നാണ് ഭൂമിയുടെ 4 ദിക്കുകളിലും. ആ 4 സാഗരങ്ങളെയും ഈ ബടവാഗ്നിയാകുന്ന മാതാവ് തൻ്റെ ഗർഭത്തിലാക്കി. ഗർഭകോശത്തിൽ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒരു മാതാവ് വളർത്തുന്നത്, അല്ലെങ്കിൽ ആ ഭ്രൂണം എങ്ങനെയാണോ പതുക്കെ പതുക്കെ വളർച്ച പൂർത്തിയാക്കുന്നത്, അതുപോലെ ഈ സമുദ്രജലത്തെ കുടിച്ചു വറ്റിച്ചിട്ട് അതിനെ ഗർഭത്തിൽ ധരിച്ച് തതോ ഗർഭേ ചിരം കാലം ധൃത്വ. കുറേ കാലം തൻ്റെ ഗർഭത്തിൽ തന്നെ ആ സമുദ്രജലത്തെ ധരിച്ചിട്ട് പുരുഷാകാരം ആപിതാഹ പ്രാപിതാഹ. അവരെ ഒരു മനുഷ്യരൂപത്തിൽ പുറത്തേക്ക് ആ ബടവാഗ്നി എന്ന മാതാവ് എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രസവിക്കുന്നത്, അതുപോലെ ഇവർ 4 പേരും കാണപ്പെട്ടു. തതസ്തത്ര അഗ്നികുണ്ഡവേദ്യാം ആഹിതാഹ പ്രസൂതാഹ ഇവ ഇത്യുത്പ്രേക്ഷ. ഉത്പ്രേക്ഷ അലങ്കാരമാണ്. അഗ്നി പ്രസവിച്ചവരാണോ ഈ 4 പേരും എന്ന് തോന്നും. കാരണം അഗ്നിയിൽ നിന്നാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ആ സർഗത്തിൻ്റെ അവസാന ശ്ലോകത്തിലേക്ക് കിടക്കാം. രത്നാശ്വദേഹ കുസുമോത്കര പൂർണ്ണദേഹാശ്ചത്വാര ഇന്ദുഹസിതൈരവഭാസയന്തഃ സന്മൂർത്തയോ ഹരയേവ യഥാബ്ധയോ വാ വേദാ ഇവാഹുതി ഹുതാദനലാത്
പ്രസസ്രുഹു രത്നാശ്വദേഹ കുസുമോത്കര പൂർണ്ണദേഹാഃ ചത്വാരഃ രത്നഭൂഷിതേഷു രത്നഭൂതേഷു രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച അല്ലെങ്കിൽ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന ശരീരങ്ങളോട് കൂടിയവരും അശ്വദേഹേഷു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നവരും കുസുമോത്കരൈഹി പൂർണ്ണദേഹാഃ പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് സ്വയം അലങ്കരിച്ചവരും ഇന്ദുസദൃശൈഹി ഹസിതൈഹി പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരും അവരുടെ ചിരി കണ്ടാൽ പൂനിലാവ് തോറ്റുപോകും. അങ്ങനെയുള്ള അതിമനോഹരമായ പല്ലുകൾ അല്ലെങ്കിൽ അത്ര മനോഹരമായ പുഞ്ചിരിയോട് കൂടിയവർ ദിശോ അവഭാസയന്തശ്ച ദിക്കുകളെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവരായി അത്ര തേജസ്വികളായി 4 ശരീരങ്ങൾ വിപശ്ചിത് എന്ന ആ ചക്രവർത്തി തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ തൻ്റെ ശിരസിനെ അഗ്നിയിൽ ആഹുതി ചെയ്തപ്പോൾ പുറത്തു വന്നവരാണ്. ആഹുതിഭിഹി ഹുതാത് അനലാത് ചത്വാരഹ ഹരയഹ വിഷ്ണവഹ ഏവ 4 മഹാവിഷ്ണുക്കൾ ഒരേ സമയത്ത് പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്നത് എങ്ങനെയാണോ, ഒരു മഹാവിഷ്ണുവേ ഉള്ളൂ, പക്ഷേ 4 പേര് ഒരേ സമയത്ത് ആ പാലാഴിയിൽ നിന്ന് ഉദിച്ചാൽ എങ്ങനെയോ അതുപോലെയാണ് ഈ 4 പേരും ഹോമകുണ്ഡത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. യഥാ സന്മൂർത്തയോ മൂർത്തിമന്തഃ സ്ഥൂലമായ ശരീരത്തോടു കൂടിയാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. അബ്ധയോ വാ യഥാ തഥാ മൂർത്തിമന്തഃ വേദാ ഇവ വാ പ്രസസ്നുഹു നിർജഗ്മുഹു 4 സാഗരങ്ങൾ അഗ്നിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നാൽ എന്ന പോലെ എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ 4 വേദങ്ങളും ശരീരാകാരം കൊണ്ട് പുറത്തു വന്നതുപോലെ വേദസ്വരൂപികളായി വേദങ്ങളെപ്പോലെ പ്രകാശിക്കുന്ന ജ്ഞാനപ്രകാശം ചൊരിയുന്ന വേദങ്ങൾ ജ്ഞാനമാണ് നമുക്ക് പകർന്നു തരുന്നത്. അതുപോലെ അത്രയും തേജസ്സുള്ളവരായിരുന്നു ഈ 4 വ്യക്തികളും എന്ന് പറഞ്ഞ് ആ സർഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത സർഗത്തിലേക്ക് വായിക്കുക. ഇനിയുള്ളത് സുദീർഘമായ വർണ്ണനയാണ്. നമ്മൾ ആ വർണ്ണനയിലേക്കൊന്നും കടക്കുന്നില്ല. സൈന്യത്തെയും യുദ്ധത്തെയും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ വളരെ പ്രസക്തമായ ശ്ലോകങ്ങൾ മാത്രം വായിച്ച് നമ്മൾ കടന്നു പോകുന്നു. കാരണം നമുക്ക് വർണ്ണനകൾ ആവശ്യമില്ല, ഒരുപാട് വർണ്ണിച്ച് കേട്ടതാണല്ലോ നമ്മൾ. ഈ വർണ്ണന കേൾക്കുന്നത് കൊണ്ട് അത് കുറേ കേട്ട് രസിക്കുക എന്നുള്ളതല്ലാതെ കുറേ നേരം കേൾക്കുമ്പോൾ ഉറക്കം വരും. ഇപ്പം നിങ്ങളെ ഉറക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, നിങ്ങളെ എപ്പോഴും ഉണർത്തി നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഉറങ്ങാതെ നോക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറില്ലേ, തരം കുറഞ്ഞ തമാശകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച വസിഷ്ഠ മഹർഷി തുടരുന്നു. പുരോപകണ്ഠ സംപ്രാപ്തൈശ്ചതുർദിക്കം സഹാരിഭിഃ ഏതസ്മിന്നന്തരേ തത്ര പ്രവൃത്തം ദാരുണം രണം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഈ വിപശ്ചിത്ത് എന്ന ചക്രവർത്തിയുടെ 4 ദിവ്യരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ 4 ശരീരങ്ങളും യുദ്ധത്തിന് തയ്യാറായി. അവർ അഗ്നിയിൽ നിന്ന് ജനിച്ചത് തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. പുരോപകണ്ഠേ സമീപേ സംപ്രാപ്തൈരരിഭിസ്സഹ രണം യുദ്ധം പ്രവൃത്തം. പുരസ്യോപകണ്ഠേ, പുരം നഗരം, ഈ ചക്രവർത്തിയുടെ തലസ്ഥാന നഗരിയാണ് അവർ വളഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വളരെ അടുത്തെത്തിയിരിക്കുന്ന ആ ശത്രുക്കളുമായി ഈ 4 പേരും പൊരിഞ്ഞ യുദ്ധം ആരംഭിച്ചു. ദാരുണമായ രണം, ദാരുണം എന്ന് പറഞ്ഞാൽ ഘോരം, അതിഭയാനകം. അനേകം ആളുകൾ ക്ഷണനേരം കൊണ്ട് മരിച്ചു വീഴുന്നു. കാരണം ഒരാൾ തന്നെ പല സൈനികരെയും വധിക്കാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയുള്ള 4 മഹാവീരന്മാരാണ് അഗ്നിയിൽ നിന്ന് പുറത്തു വന്നത് എന്ന് പറഞ്ഞ് ആ യുദ്ധത്തെയൊക്കെ വർണ്ണിക്കുന്നു. ആ സർഗം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത സർഗം അതിലും കാര്യമായിട്ടൊന്നുമില്ല. ചതുർദിഗ്ഗത ബലദ്രവണം. ശത്രു സൈന്യം 4 ഭാഗങ്ങളിലേക്കും ചിതറി ഓടുകയാണ്, തോറ്റോടുകയാണ്. അതിൻ്റെ വർണ്ണനമാണ്. അതും നമുക്ക് വേണ്ട.
അതിൻ്റെ അടുത്ത സർഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രസക്തമായ ഹൈലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അടുത്ത സർഗത്തിൽ ഒന്നുമില്ല. അതിൻ്റെ അടുത്ത സർഗത്തിൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് 113-ാമത്തെ സർഗം. അതിൻ്റെ പേര് സമുദ്രവർണ്ണനം എന്നാണ്. സമുദ്രത്തെ ഒന്നും നമ്മൾ വർണ്ണിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ആരംഭത്തിൽ, ആ സർഗത്തിൻ്റെ ആരംഭത്തിലുള്ള ഏതാനും ശ്ലോകങ്ങൾ നമുക്ക് പ്രസക്തങ്ങളാണ്. ശ്രീ വസിഷ്ഠ ഉവാച ബലാന്യനുതരം ദോധ തദിത്തം ദ്രവതാം ദ്വിഷാം ദൂരാത് ദൂരതരം പ്രാപ്താശ്ചത്വാരസ്തേ വിപശ്ചിതഃ. ശത്രു സൈന്യം ചിതറി ഓടി 4 ഭാഗത്തും. പോലീസുകാർ ലാത്തി ചാർജ് തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ചിതറി ഓടുന്നത് പോലെ ഇവരുടെ ആക്രമണം സഹിക്കവയ്യാതെ ഈ 4 വീരന്മാരുടെയും അവരുടെ സൈന്യത്തിൻ്റെയും ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ശത്രു സൈന്യം ഓടി, 4 ഭാഗത്ത് ഓടി. ഇവർ വിട്ടില്ല, പുറകെ തുരത്തിപ്പിടിച്ചു അവരെ. സാധാരണ ഈ തോറ്റോടുന്നവരെ പുറകെ നിന്ന് അമ്പെയ്ത് കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ ആക്രമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് യുദ്ധനീതി. അതൊന്നും ഇവർ നോക്കിയില്ല. ഓടുന്നവനെ ഓടിച്ചിട്ട് കൊല്ലുകയാണ്. കാരണം അവർ ജീവനോടുകൂടി വിട്ടുവെച്ചാൽ അവർ പിന്നെയും വരും. അതുകൊണ്ട് ഉന്മൂലനാശം ചെയ്യുക എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടി ഈ ഓടുന്ന സൈനികരെ അവരുടെ പുറകെ ഈ രാജാവും ഈ 4 വീരന്മാരും അവരുടെ സൈന്യവും അവരെ തുരത്തി അവരുടെ പുറകെ ഓടി. തദിത്തം ദ്രവതാം ദുഷാം. അങ്ങനെ ഓടുന്ന ശത്രുക്കളെ പുറകെ കൂടെ ഓടിച്ചിട്ട് അവരെയൊക്കെ വധിച്ചു. അവർ ഒരുപാട് ദൂരം ഓടി 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 അവസാനം സമുദ്ര അതിർത്തിയിലെത്തി. ഇനിയിപ്പോൾ കടലിൽ ചാടുകയേ നിവർത്തിയുള്ളൂ. ദൂരതരം പ്രാപ്താഹ ചത്വാരസ്തേ വിപശ്ചിതഃ. ഇങ്ങനെ എത്ര ദൂരം ഓടിയെന്ന് ശത്രുക്കൾക്കും അറിയില്ല, അവരെ തുരത്തി വന്ന ഈ രാജാവിൻ്റെ സൈനികർക്കും അറിയില്ല. ഒരുപാട് ദൂരം അവർ ഓടി അവസാനം സമുദ്രതീരത്തെത്തി. ദ്രവതാം ദുഷാം ബലാനി അനുതരന്തഃ അനുധാവമാനാഹ. ശത്രുക്കളുടെ പുറകെ ഓടി അവസാനം ഒരു സമുദ്രതീരത്തെത്തി. സർവശക്തിമയൈകേന ചേതനേനേശ്വരേണ തേ പ്രഹിതാ ദിഗ്ജയം ചക്രുഃ സർവ ഏവ സമാശയാഃ. ശത്രുക്കളെയൊക്കെ ഓടിച്ചു കഴിഞ്ഞു, അജയ്യന്മാരായി തീർന്നു ഈ 4 പേരും. സർവശക്തിമയേന, സർവശക്തി സംഭൃതേന. ഇപ്പോൾ ഇവരെ എതിർക്കാൻ ആരുമില്ല. അതായത് ഭൂമണ്ഡല ചക്രവർത്തികളായി മാറി ഈ 4 പേരും. സർവദേഹേഷ്വേകേന ചേതനേന ഈശ്വരേണ പ്രഹിതാ ദിഗ്വിജയായ പ്രവർത്തിതാഹ. അനേകം ശരീരങ്ങളിൽ കുടികൊള്ളുന്ന ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ട ആളുകൾ എന്ന പോലെ ഈ 4 പേരും വാസ്തവത്തിൽ ഒരാളാണ്, ഒരു ജീവനാണ് 4 ശരീരങ്ങളായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവർ ദിഗ്വിജയത്തിനായി തയ്യാറായി. ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം ഇങ്ങനെ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. ആരെങ്കിലും എന്നെ എതിർക്കാനുണ്ടോ, ആർക്കെങ്കിലും അതിനുള്ള ധൈര്യമുണ്ടോ, അവരെ എല്ലാം വെല്ലുവിളിച്ച് ആരെങ്കിലും എതിർക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ദിഗ്വിജയം എന്ന് പറയുന്നത്. സാധാരണ ചക്രവർത്തിമാരാണ് അത് ചെയ്യുന്നത്. പിന്നെ ശങ്കരാചാര്യരെ പോലെയുള്ള സന്യാസി വര്യന്മാർ അവരും ദിഗ്വിജയം ചെയ്തതായി ചരിത്രമുണ്ട്. അവിടെ എതിർപക്ഷക്കാരെന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ എതിർക്കുന്നവർ, മറ്റ് ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ വാദത്തിൽ പരാജയപ്പെടുത്തി അങ്ങനെ ജൈത്രയാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം ശങ്കരാചാര്യരെ പോലെയുള്ള ചിലർക്കുണ്ട്. ശങ്കരാചാര്യരാണ് അതിൽ പ്രധാനി. ഇപ്പോൾ ശങ്കരാചാര്യർ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ കുട്ടിയുടെ ജാതകം നോക്കാൻ വേണ്ടി ഒരു ജോസിനെ വിളിച്ചുകൊണ്ട് വന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ കുട്ടി എങ്ങനെയാണ്, നല്ലപോലെ പഠിക്കുമോ, സത്സ്വഭാവി ആയിരിക്കുമോ, ഇല്ലെങ്കിൽ നാട്ടിനും വീട്ടിനും കൊള്ളാത്തവനായിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ കുട്ടിയുടെ ജാതകം ഗണിച്ചു. അപ്പോൾ ജാതകം നോക്കിയിട്ട് ജോസ്യൻ പറഞ്ഞത് ഈ കുട്ടി ചക്രവർത്തിയാകും എന്നാണ്. ചക്രവർത്തി യോഗം.
ഈ കുട്ടിക്കുണ്ടെന്ന്. അമ്മയ്ക്ക് വളരെ സന്തോഷമായി, മകൻ ചക്രവർത്തിയാകുന്നു. പക്ഷേ അദ്ദേഹം മനുഷ്യരുടെ ചക്രവർത്തിയല്ലാതെ സന്യാസിമാരുടെ ചക്രവർത്തിയായിട്ട് മാറി അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സന്യാസി വര്യൻ. ചക്രവർത്തി എന്നുള്ളതിന് ശ്രേഷ്ഠൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ആകണമെന്നില്ല. യതീനാം ചക്രവർത്തി, യതിമാർ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ, അവധൂതന്മാർ, സന്യാസിമാരുടെ ചക്രവർത്തിയായി മാറി. ഇപ്പോൾ ചക്രവർത്തി യോഗം എന്ന് ജാതകത്തിൽ കണ്ടതുകൊണ്ട് അങ്ങനെ ഈ ജോസിൻ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അവസാനം 8ാമത്തെ വയസ്സിൽ തന്നെ അമ്മയെ ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത്, സന്യാസിയായി. ആ കഥയൊക്കെ നമുക്കറിയാമല്ലോ. സർവശക്തിമയേന സർവശക്തി സംഭൃതേന സർവദേഹേഷ്വേകേന ചേതനേന ഈശ്വരേണ പ്രഹിത ദിഗ്വിജയായ പ്രവർത്തിതാഃ. സകല ശരീരങ്ങളിലും ഇരുന്നു കൊണ്ട് സർവശക്തനായി വർത്തിക്കുന്ന ആ ഭഗവാൻ, ചേതനനായ ആ ഈശ്വരനാൽ അയക്കപ്പെട്ട ആളുകളാണോ ഇവർ എന്ന് ജനങ്ങൾ വിസ്മയിക്കുന്ന രീതിയിൽ ഈ 4 പേരും ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ദൂരാത്താവത് അനുസസ്നുർ ബലാനിതേ അനുസസ്രുർബലാനിതേ യാവത്തീരം സമുദ്രാണാം പ്രവാഹാസരിതാമിവ. കുറേ ദൂരം അവർ അകന്നു വന്നു കഴിഞ്ഞു. അവരുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് മൈലുകളോളം യാത്ര ചെയ്ത് അവസാനം ഒരു സമുദ്രത്തിൻ്റെ തീരത്തിലെത്തി. യാവത്തീരം സമുദ്രാണാം പ്രവാഹാസരിതാമിവ ദൂരാവിശ്രാന്തയാനേന തേഷാം തത് സർവസാധനം ആത്മീയം പരകീയം ച ക്ഷീണം കുസരിദംബുവത്. കുറേ ദൂരം ഓടി യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശരായിട്ടാണ് ഈ 4 പേരും അതുപോലെ അവരുടെ സൈന്യവും സമുദ്രതീരത്തിലെത്തിയത്. അങ്ങനെ വിശ്രമിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. നിരന്തരമായ യുദ്ധമായിരുന്നു. അങ്ങനെ ശരീരം തളർന്നതുകൊണ്ട് ആത്മീയം പരകീയം ച ക്ഷീണം, ശത്രുക്കളുടെ സൈന്യത്തെ എല്ലാം ഇവർ നശിപ്പിച്ചു. ഇവരുടെ സൈന്യത്തിലും കുറേയൊക്കെ ഛേദമുണ്ടായി, കുറേയൊക്കെ നഷ്ടം ഇവർക്കും സംഭവിച്ചു. അങ്ങനെ ഒരുപാട് നേരം യുദ്ധം ചെയ്തതുകൊണ്ട് തളർന്ന് അവശരായി തീർന്നു ഈ 4 പേരും അവരുടെ സൈന്യവും. ഏതുപോലെ കുസരിദംബുവത്. കുസരിത് എന്ന് പറഞ്ഞാൽ ചെറിയ ഓട എന്നർത്ഥം. ഈ ഓടയിൽ എപ്പോഴും വെള്ളം ഉണ്ടാകത്തില്ല. വീടുകളിൽ നിന്നുള്ള മലിനജലമാണല്ലോ ഓടയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ നല്ല വേനൽക്കാലത്ത് മിക്കവാറും ഓടകളൊക്കെ വറ്റി വരണ്ടിരിക്കും. അതുപോലെ ഈ 4 പേരുടെയും സൈന്യം വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. അവിഛിന്ന മരിബലയിൽ അനുസ്യൂതം യഥാസ്യാ തഥാ അനുസസ്രു. ദൂരം അവിശ്രാന്തേന യാനേന ഗമനേന, കുറേ ദൂരം നിരന്തരം യാത്ര ചെയ്തതുകൊണ്ട് തേഷാം വിപശ്ചിത് സൈന്യാനാം തത് പ്രസിദ്ധം സർവം ജീവന യുദ്ധാദി സാധനം. ആ സൈന്യത്തിലുള്ള സകല ആളുകളും അതുപോലെ ആ സേനയിലുണ്ടായിരുന്ന കുതിരകൾ, ആനകൾ ഇവയൊക്കെ കൂടെ ഓടുകയാണല്ലോ. എല്ലാവരും അവശരായി കഴിഞ്ഞു. ധനാസ്ത്രശസ്ത്രാദി പ്രത്യഹം വ്യയേന ക്ഷീണം. അതുമാത്രമല്ല, ഘോരമായി യുദ്ധം ചെയ്തതുകൊണ്ട് ഇവരുടെ ആവനാഴിയിലുള്ള അമ്പുകളൊക്കെ ഏതാണ്ട് കുറഞ്ഞു. അല്പം ആയുധങ്ങൾ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അങ്ങനെ എല്ലാം ശാരീരിക ക്ഷീണം, അതുപോലെ ആയുധങ്ങൾ ക്ഷയിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലും ക്ഷീണിച്ചവരായി ഒരു സമുദ്രതീരത്ത് ഇവർ എത്തി. ആത്മീയാന്യന്യദീയാനി തേഷാം വീക്ഷ്യബലാന്യലം ക്ഷീണാനീവ മുമുക്ഷൂണാം പുണ്യപാപാനി ധാവതാം. ഇപ്പം ഈ
സൈന്യത്തിൻ്റെ അവസ്ഥയെ മനോഹരമായ ഒരു പദ്യത്തിലൂടെ വർണ്ണിക്കുകയാണ് വാൽമീകി. എന്താണ് ആ വർണ്ണന എന്ന് ചോദിച്ചാൽ, ധാവതാം തേഷാം വിപശ്ചിതാം ആത്മീയാനി അന്യദീയാനി ച വീക്ഷണാർഹാണി ബലാനി സൈന്യാനി മുമുക്ഷൂണാം പുണ്യപാപാനീവ അലം നിശേഷം ക്ഷീണാനി. ഇങ്ങനെ തളർന്ന അവശരായി എത്തിയിരിക്കുന്ന വിപശ്ചിത് രാജാവിൻ്റെ ആ സൈനികന്മാരെ അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ഏതുപോലെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, മുമുക്ഷുക്കളുടെ പുണ്യഭാവങ്ങൾ ക്ഷയിച്ചിരിക്കുന്നത് പോലെ. മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷം നേടണം എന്ന ആഗ്രഹമുള്ളവർ. പുണ്യഭാവങ്ങളൊക്കെ ഏതാണ്ട് ക്ഷയിക്കുമ്പോഴാണ് മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മുമുക്ഷുക്കളുടെ പുണ്യഭാവങ്ങൾ എങ്ങനെയാണോ ക്ഷയിച്ചവയായി കാണപ്പെടുന്നത്, അതുപോലെ ഈ രാജാവിൻ്റെ സൈന്യം തളർച്ചയെ പ്രാപിച്ചു. സ്വയമസ്ത്രാണി ശാന്താനി കൃതകൃത്യാന്യഥാംബരേ ജ്വാലാജാലാനി വൻഹീനാം ദാഹ്യസ്യാസംഭവാദിവ. സ്വയമസ്ത്രാണി ശാന്താനി, ഇവരുടെ ആയുധങ്ങളൊക്കെ വല്ലാണ്ട് കുറഞ്ഞു. അവയൊക്കെ നിരന്തരം പ്രയോഗിച്ചതുകൊണ്ട് ആയുധങ്ങൾ, അത് അമ്പായാലും വാളായാലും കുന്തമായാലും അങ്ങനെയുള്ള യുദ്ധോപകരണങ്ങളെല്ലാം ക്ഷയിച്ചുപോയി. കൃതകൃത്യാന്യഥാംബരേ ജ്വാലാജാലാനി വൻഹീനാം ദാഹ്യസ്യ അസംഭവാദിവ. ഇന്ധനം തീർന്ന അഗ്നി എങ്ങനെയാണോ പതുക്കെ പതുക്കെ അണഞ്ഞ് അവസാനം പൂർണ്ണമായി ഇല്ലാതാവുന്നത്, അതുപോലെ ഈ 4 വീരന്മാരും അവരുടെ സൈന്യവും വല്ലാണ്ട് ക്ഷയാവസ്ഥയെ പ്രാപിച്ചു. ആലയേഷു രഥാശ്വേഭ വൃക്ഷൗഘാദിഷു ഹേതയഃ ആസന്നിദ്രാലവോലീനാ ദിനാന്തേ വിഹഗായിവ. ഇപ്പോൾ ഇവർക്ക് വിശ്രമിക്കാതെ തരമില്ല എന്നുള്ള ഒരു അവസ്ഥയായി. എവിടെയെങ്കിലും കുറച്ച് നേരം കിടക്കണം, ഭക്ഷണമൊക്കെ പിന്നെ എവിടെയെങ്കിലും കിടന്ന് കുറച്ച് നേരം ഉറങ്ങണം, അങ്ങനെ ക്ഷീണം മാറ്റണം എന്ന് വിചാരിച്ച് ആലയേഷു രഥാശ്വേഭ വൃക്ഷൗഘാദിഷു ഹേതയഃ, അവരുടെ രഥങ്ങളിലും അതുപോലെ കുതിര, ആന തുടങ്ങിയ വാഹനങ്ങളുടെ പുറത്തുമൊക്കെ അവശേഷിച്ചിരുന്ന ആയുധങ്ങളെ സൂക്ഷിച്ചു വച്ചിട്ട്, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ധാരാളം മരങ്ങളിൽ ആയുധങ്ങളെയൊക്കെ സൂക്ഷിച്ചു വച്ചിട്ട് ആസന്നിദ്രാലവഹ ലീനാഹ, അവരൊക്കെ കിടന്നുറങ്ങാൻ തുടങ്ങി. ഒരു വലിയ സൈന്യം തന്നെ കിടന്നുറങ്ങുകയാണ്. ഏതുപോലെ? സത്സംഗത്തിൽ ആളുകൾ ഉറങ്ങുന്നത് പോലെ. ഒരു ഗ്രൂപ്പ് മുഴുവൻ ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു 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 അത്ഭുതകരമായ ദൃശ്യം എവിടെ കാണാൻ പറ്റും? സ്ലീപ്പിംഗ് പിൽസ് കഴിഞ്ഞാൽ ഉറക്ക ഗുളിക ഉറങ്ങിപ്പോകും. ഇവൻ ഉറങ്ങത്തില്ല. അങ്ങനെയുള്ളവരെ സത്സംഗത്തിൽ ഒരാൾ വെറും ഒരു 5 മിനിറ്റ് സംസാരം കൊണ്ട് ഉറക്കി കിടത്തുന്നു എന്ന് പറഞ്ഞാൽ അയാളല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ, അയാളല്ലേ ഏറ്റവും വലിയ PC സർക്കാരൊന്നും ഒന്നുമല്ല. ഹാരി ഹൗഡിനി എന്നൊക്കെ ലോക പ്രശസ്തരായ ഐന്ദ്രജാലികന്മാരുണ്ട്. അവരൊന്നും ഒന്നുമല്ല. പ്രഭാഷണം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഒരൊറ്റ ഇതേ ഉള്ളൂ, കൂർക്കം വലിക്കരുത്, ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്. അതുപോലെ അടുത്തിരിക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നുറങ്ങരുത്, അവരുടെ മടിയിലേക്ക് ചാഞ്ഞ് വീഴരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കസേരയിൽ തന്നെ പുറകിലേക്ക് ചാരി ഇരുന്ന് ഉറങ്ങാം, ശബ്ദം ഉണ്ടാക്കരുത്. ഇങ്ങനെ കൂർക്കം വലിക്കാതെ ഉറങ്ങുന്ന ഉറക്കത്തിനാണ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര എന്നാണ് അർത്ഥം. പക്ഷേ ഉറക്കത്തിൽ ഇവർ സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയാം. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് എന്നാണ് അർത്ഥം ശരിക്കും. ഐ ഹാഡ് എ സൗണ്ട് സ്ലീപ്പ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നല്ല പോലെ ഉറങ്ങി, ഗാഠനിദ്രയിലായിരുന്നു, അതിനാണ് സൗണ്ട് സ്ലീപ്പ്. ഇപ്പം ഇയാൾ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്നവൻ പറയും ഇയാൾ ശരിക്കും ഇന്നലെ സൗണ്ട് സ്ലീപ്പിലായിരുന്നു
എന്ന് പറയും. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങുക എന്നർത്ഥം. അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ ഉറക്കം ആരംഭിച്ചു. ഏതുപോലെ ദിനാന്തേ വിഹഗായിവ, വൈകുന്നേരമാകുമ്പോൾ ഇരതേടിപ്പോയ പക്ഷികൾ എങ്ങനെയാണോ അവരവരുടെ വാസസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ മരങ്ങളിൽ ചേക്കേറുന്നത്, അതുപോലെ എല്ലാവരും കിടന്ന് ഉറക്കമായി. ആലയേഷു നിഷംഗഘോഷാദി സ്വസ്ഥാനേഷു, ചിലർ അവരവർ എവിടെയാണോ ഇരുന്നത് അല്ലെങ്കിൽ കിടന്നത് അവിടെ തന്നെ ഉറങ്ങി. രഥാദിഷു, കുറച്ചു പേര് തേരുകളുടെ ഉള്ളിൽ കിടന്നുറങ്ങി. കുതിരപ്പുറത്ത് അങ്ങനെ ചാരി വിശ്രമിച്ചു, അതിൻ്റെ പുറത്ത് തന്നെ ചാരിയിരുന്ന് ഉറങ്ങിയവരുണ്ട്. ഇങ്ങനെ എവിടെയാണോ ഓരോ വ്യക്തിയും സ്ഥിതി ചെയ്തിരുന്നത് അവിടെ തന്നെ അവർ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. രഥാദിഷു ച ലീനാഹ സന്തഹ നിദ്രാലവ ഇവ നിശ്ചേഷ്ടാസന്. ഉറക്കത്തിൽ പ്രവേശിച്ചവരുടെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ശരീരചലനങ്ങളൊന്നും ഉണ്ടാവില്ല. പൂർണ്ണമായി ശരീരചലനങ്ങളെല്ലാം നിലയ്ക്കും. അതുപോലെ അവർ ശാരീരിക ചലനങ്ങളൊന്നുമില്ലാതെ ഉറക്കമായി. തരംഗായിവ തോയേന്തർനീഹാരായിവ വാരിതേ മേഘാവായാവിവാമോദ വ്യോമനീവ നിലില്ലിരേ. എങ്ങനെയാണോ തിരകൾ വെള്ളത്തിൽ ലയിക്കുന്നത്, മൂടൽമഞ്ഞ് മേഘങ്ങളിൽ ലയിക്കുന്നത്, മേഘങ്ങൾ വായുവിൽ ലയിക്കുന്നത്, അല്ലെങ്കിൽ സുഗന്ധം എങ്ങനെയാണോ വായുവിൽ ലയിച്ച് അതുമായി ഒന്നാവുന്നത്, അതുപോലെ ഇവരെല്ലാവരും ഉറക്കത്തിൽ അവരുടെ ഹൃദയാകാശത്തിൽ ലയിച്ചു ചേർന്നു. ജീവൻ്റെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ടെന്നാണ്, ഹൃദയാകാശം. ആ ഹൃദയാകാശത്തിലാണ് ഓരോ ജീവനും ഉറക്കത്തിൽ പ്രവേശിച്ച് സ്വയം മറന്ന് അങ്ങനെ കഴിയുന്നത്. അങ്ങനെ അവർ ഉറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? ആ സർഗത്തിൻ്റെ അവസാന ശ്ലോകത്തിലേക്ക് വരാം. ലവംഗ ബകുലാമലകീ ലവംഗ ബകുലാമലകീ തമാല ഹിന്ദാല താല ദല താണ്ഡവ ഖണ്ഡിതാഗ്രേ പ്രാപ്തേ പതൽ ലവണ വാരിധി ദീർഘതീരം രേഖാ ബഭാ അളിനിഭാംബര ശൈലമൂർധ്നി. വായിച്ചെടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അതായത് ടങ് ട്വിസ്റ്റേഴ്സാണ്, നമ്മുടെ നാക്ക് വഴങ്ങത്തില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ അർത്ഥം വായിക്കാം. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. വർണ്ണിതപ്രകാരൈഹി പതതാം തരംഗൈഹി പ്രത്യുദ്ഗച്ഛതാം ലവണവാരിധീനാം ദീർഘതീരെ വിപശ്ചിത് സൈന്യേ പ്രാപ്തേ സതി. സമുദ്രത്തിൽ കൂറ്റൻ തിരകൾ ഉയർന്നുകൊണ്ടിരുന്നു. ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്ന തിരകളിലെ ജലകണങ്ങൾ വീണ്ടും സമുദ്രത്തിൽ തന്നെ പതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സമുദ്രത്തിലേക്ക് പതിക്കുന്ന ജലകണങ്ങളെ സമുദ്രം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ കവിഭാവനയിൽ അങ്ങനെ പറയുകയാണ്, ചമത്കാരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ കടൽ തീരത്ത് പരിതോ ദീർഘേ തീരാഗ്രേ, നീണ്ട് കിടക്കുന്ന ഒരു വലിയ സമുദ്രതീരം ആ സ്ഥലത്തുണ്ടായിരുന്നു. അതിൻ്റെ തീരത്തിൽ അമ്പരപ്രയുക്താനാം ശൈലാനാം മൂർധ്നി, അതിൻ്റെ ആ സമുദ്രതീരത്തിൽ ഒരു വലിയ ഉയരമുള്ള പർവ്വതമുണ്ടായിരുന്നു. ആ പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ടായിരുന്നതാണ്. ഏലം, ലവംഗം. ഏലം എന്ന് പറയുന്നത് ചെറിയ ചെടിയാണ്, വേറെ ഏതെങ്കിലും മരമായിരിക്കും. പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനപ്രദേശം ആ പർവ്വതത്തിലുണ്ടായിരുന്നു. ഏലാ ലവംഗാദി വൃക്ഷാണാം ദലതാണ്ഡവൈഹി ഖണ്ഡിത വിഭക്ത ആളിനിഭ ശ്യാമള വനരേഖാ ബഭൗ
അശോഭത ഇത്യർത്ഥ. ശ്യാമളം എന്ന് പറഞ്ഞാൽ ഒരു ഇരുണ്ട നിറം. ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൂരെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു ഇരുണ്ട വനപ്രദേശമായിട്ടാണ് അത് കാണപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ സർഗം അവസാനിപ്പിക്കുന്നു. അടുത്ത സർഗത്തിൽ വീണ്ടും വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്. അഥ തേഷാം തഥാ തത്ര തതസ്താം സ്ഥാനദർശയന് പാർശ്വഗാവന വൃക്ഷാബ്ധി ശൈലമേഘവനേ ചരാൻ. നല്ല ഉറക്കം കഴിഞ്ഞു. സൈനികരൊക്കെ എഴുന്നേറ്റിട്ട് ആ പ്രദേശത്തുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. അപ്പോൾ ഈ രാജാവിനെ ഓരോരുത്തരും ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. അഥ തേഷാം തഥാ തത്ര തതസ്താം സ്ഥാനദർശയന്. ഓരോരുത്തർ ഈ രാജാവ് അത് കണ്ടോ, പക്ഷികൾ പറക്കുന്നു, ദാ ഇത് കണ്ടോ, സമുദ്രത്തിൽ വലിയ വലിയ തിരകൾ ഉയരുന്നു. ഇങ്ങനെ ഓരോരോ പ്രകൃതി ദൃശ്യങ്ങളെ രാജാവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോരുത്തർ പറയുകയാണ്. പാർശ്വക വനവൃക്ഷാബ്ധി ശൈലമേഘവനേ ചരാൻ. ഈ പർവ്വതത്തിലുള്ള വനവൃക്ഷങ്ങളെയും ആ കടലിനെയും മലയെയും ആകാശത്തിലൂടെ പറന്നു പോകുന്ന മേഘങ്ങളെയും ആ കാട്ടിൽ ഓടി നടക്കുന്ന മൃഗങ്ങളെയും മറ്റു പക്ഷികളെയും ഇതിനെല്ലാം ഓരോരുത്തർ കണ്ട് രസിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് രാജാവേ അത് കണ്ടോ, ഇത് കണ്ടോ, ആ കാഴ്ച കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നു. ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. ഹേ ദേവപശ്യാസ്യ ശൈലസ്യ യേയമഭ്രംഗഷാഗ്രഭൂഃ സമരുന്മധ്യദേശാദേരശ്മദേശമുപേയുഷഃ. അല്ലയോ പ്രഭോ, മധ്യദേശാദേരുപത്യകാ പ്രസ്ഥാദിപ്രദേശാത് ക്രമേണ അഗ്രേ അശ്മദേശം പ്രചുരഭാഗതാമുപേയുഷഃ അസ്യ ശൈലസ്യ യേയമഭ്രംഗഷ അത്യുന്നത അതയേവ സമരുത് പ്രചുരവായുയുക്ത. ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അനേകം കാഴ്ചകൾ കാണാനുണ്ട്. എന്നിട്ട് മുകളിലേക്ക് പോകും തോറും ഏറ്റവും മുകളിൽ വെറും കല്ല് മാത്രമേ ഉള്ളൂ, കുറേ പാറകൾ മാത്രമേ ഉള്ളൂ. ആ ഭാഗത്ത് നല്ല വായു സഞ്ചാരമുണ്ട്, അതിശക്തമായി കാറ്റ് വീശുന്നുണ്ട്. മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമായിരുന്നു അത്. അത്യുന്നത അതയേവ സമരുത്. നല്ല പൊക്കമുണ്ടായിരുന്നതുകൊണ്ട് മുകളിലേക്ക് പോകും തോറും വായു സഞ്ചാരം കൂടും, കാറ്റിൻ്റെ ശക്തി കൂടും. വിഹരത് ദേവഗന്ധർവാദിയുക്താഹ. ആ ഉന്നതമായ പർവ്വത പ്രദേശങ്ങളിൽ ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ വന്ന് വിശ്രമിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ പർവ്വതത്തെ അത് അഗ്രഭൂഹു ശിഖരഭൂമിഹി താം പശ്യ ഇത്യർത്ഥ. അങ്ങനെയുള്ള ഈ മനോഹരമായ പർവ്വതത്തെ അങ്ങൊന്ന് കണ്ടാലും എന്നൊക്കെ പറഞ്ഞ് രാജാവിന് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ സർഗവും നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അതിനകത്ത് ഒന്നും കാര്യമായിട്ടില്ല, ഇങ്ങനെ കുറേ വർണ്ണനകളാണ്. അതുകൊണ്ട് നമ്മൾ അതും താണ്ടിക്കടന്നു. അതിൻ്റെ അടുത്ത സർഗത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും വർണ്ണനയാണ്. പക്ഷേ ഈ വർണ്ണനകൾക്കിടയ്ക്ക് മനോഹരമായ ചില സുഭാഷിതങ്ങൾ, ചില സൂക്തികൾ വാൽമീകി മഹർഷി അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പ്രസക്തങ്ങളായിട്ടുള്ളത്. അത് വായിച്ചു തുടങ്ങാം. വംശാനാം ഹൃദി പർവ്വതേഷു ജലധൗ തോയാർത്ഥിനീനാം തുയേ ശുക്തീനാം ഹൃദയേ വിശന്തി സമയേ വർഷാംഭസാം ബിന്ദവഃ തേ മുക്താഫലദാം വ്രജന്തി കരിണാം കുംഭേഷു വാന്യത് ഭവേത് ശുദ്ധൗ മൗക്തികവത്സ്യുരുത്തമഗുണാ ഏതാസ്ത്രിധാ ജാതയഃ. ആ പർവ്വതത്തിൽ ധാരാളം മുളകളുണ്ടായിരുന്നു. ആ മുളകളെയൊക്കെ നോക്കിയിട്ട് ഒരു സൈനികൻ പറയുന്നതായിട്ടാണ് വാൽമീകി ഈ ശ്ലോകം രചിക്കുന്നത്. വംശാനാം ഹൃദി, മുത്തുകൾ, നന്മുത്ത് എന്ന് നമ്മൾ പറയും. ഈ മുത്തുകൾ എവിടുന്നാണ് കിട്ടുന്നത്? ചിലർ പറയുന്നത് മുളന്തണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് മുത്തുകൾ കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ പലതും കവിസങ്കല്പമാകാം.
അപ്പോൾ ഇതിന് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും പൊരുത്തം ഉണ്ടാവണമെന്നില്ല. കവികളുടെ സങ്കല്പമാണ്, മിക്കവാറും എല്ലാം കവിസങ്കല്പമാണ്. വംശാനാം ഹൃദി, വംശം എന്ന് പറഞ്ഞാൽ മുള എന്നർത്ഥമുണ്ട്. പരമ്പര, മനുഷ്യവംശം, നരവംശം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ വംശവൃക്ഷം എന്ന് പറഞ്ഞാൽ മുള എന്നാണ് അർത്ഥം. മുളകളുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ മുളം തണ്ടിൻ്റെ ഉള്ളിൽ മുത്തുകൾ ഉണ്ടാകുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതുപോലെ പർവ്വതേഷു ജലധവും, പർവ്വതങ്ങളിലും മുത്തുകൾ ലഭിക്കാറുണ്ട്. ഈ രത്നങ്ങൾ, മുത്തുകൾ, ഇതൊക്കെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടുന്നു എന്നൊരു സങ്കല്പമുണ്ട്. പർവ്വതങ്ങളുടെ ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള രത്നങ്ങളും മുത്തുകളുമൊക്കെ ലഭിക്കുന്നു എന്നൊരു സങ്കല്പവുമുണ്ട്. ജലധി, കടലിൽ എങ്ങനെയാണ് മുത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ തോയാർത്ഥിനീനാം തുയേ, എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കടലിൻ്റെ അടിയിലുള്ള കുറേ മുത്തുച്ചിപ്പികൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. മുത്തുകൾ ഉണ്ടാകുന്ന ചിപ്പികളെയാണ് മുത്തുച്ചിപ്പി എന്ന് പറയുന്നത്. എല്ലാ ചിപ്പികളിലും മുത്തുണ്ടാവാറില്ല. ചില ചിപ്പികളുടെ ഉള്ളിൽ മാത്രമാണ് ഈ മുത്ത് കാണപ്പെടുന്നത്. ഈ മുത്തുകൾ എങ്ങനെയാണ് ചിപ്പികളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു കവിസങ്കല്പമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ശുക്തി അല്ലെങ്കിൽ ശുക്തിക എന്ന് പറഞ്ഞാൽ മുത്തുച്ചിപ്പി എന്നാണ് അർത്ഥം. തോയാർത്ഥിനീനാം, വെള്ളം അല്ലെങ്കിൽ മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് ഒരു വേഴാമ്പലിനെ പോലെ ദാഹിച്ചുകൊണ്ട് കടലിൻ്റെ അടിയിൽ ഈ മുത്തുച്ചിപ്പികൾ കാത്തിരിക്കും. സങ്കല്പമാണ്, ഭാവനയാണ്. ശുക്തീനാം ഹൃദയേ വിശന്തി സമയേ വർഷാംഭസാം ബിന്ദവഃ, കടലിൽ വല്ലപ്പോഴും ഒരിക്കലാണ് മഴ പെയ്യുന്നത്. കരയിൽ പെയ്യുന്നത് പോലെ കടലിൽ എപ്പോഴും മഴ പെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും കടലിൽ പെയ്യുന്ന ആ മഴത്തുള്ളികൾ സമുദ്രോപരിതലത്തിൽ പതിക്കുമ്പോൾ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഈ മഴത്തുള്ളികൾക്ക് വേണ്ടി കാത്തു നിന്ന കുറേ മുത്തുച്ചിപ്പികൾ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരും എന്നാണ്. ഈ ചിപ്പി കണ്ടിട്ടുണ്ട്? ചിപ്പിക്ക് 2 പോർഷൻ ഇങ്ങനെ തുറന്നിരിക്കും. നമ്മൾ ഇങ്ങനെ തുറക്കുന്നത് പോലെ, പെട്ടിയൊക്കെ തുറക്കുന്ന പോലെ, ട്രങ്കൊക്കെ ഇങ്ങനെ തുറക്കുന്നത് പോലെ. അപ്പോൾ 2 പോർഷൻ ഉണ്ട്. ഒരറ്റത്ത് മാത്രമേ അത് തമ്മിൽ ചേർന്നിരിക്കത്തുള്ളൂ. അപ്പോൾ ആ മുത്തുച്ചിപ്പികൾ ഇങ്ങനെ വാവൊളിക്കുന്നത് പോലെ സമുദ്ര ഉപരിതലത്തിൽ വന്ന് ഇങ്ങനെ അവയുടെ ആ ഇതളുകൾ തുറന്നിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ മഴത്തുള്ളി പതിക്കണം. എപ്പോഴുമല്ല, സ്വാതി നക്ഷത്രം, സ്വാതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചോതി നക്ഷത്രത്തിൻ്റെ അന്ന് കടലിൽ മഴ പെയ്യണം. ആ സമയത്ത് ഈ മുത്തുച്ചിപ്പുകൾ ജലോപരിതലത്തിൽ വരികയും ഈ പെയ്യുന്ന മഴത്തുള്ളിയിൽ ഏതെങ്കിലും ഒരു തുള്ളി വീണാൽ മതി. ഒരു മുത്തുച്ചിപ്പിക്ക് ഒരു തുള്ളി കിട്ടിയാൽ മതി. ആ ചിപ്പിയിൽ ഈ ജലബിന്ദു പതിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചിപ്പി മൂടും, അടയും. എന്നിട്ട് അതും കൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. അതിങ്ങനെ കുറേ കാലം ആ ചിപ്പിയുടെ ഉള്ളിലിരുന്ന് കാലക്രമത്തിൽ മുത്തായി തീരുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ മുത്തുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒന്നാമത്, സമുദ്രത്തിൽ മഴ പെയ്യണം. അത് അപൂർവമായിട്ടേ പെയ്യത്തുള്ളൂ. അതും ചോതി നക്ഷത്രത്തിൻ്റെ അന്ന് മഴ പെയ്യണം. ഇനി ഈ മുത്തുച്ചിപ്പികൾ ഇങ്ങനെ എല്ലാം കൂടെ ജലോപരിതലത്തിൽ വന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വീഴണം. ആ തുള്ളി മാത്രമേ മുത്തായി മാറുകയുള്ളൂ. ശുക്തീനാം ഹൃദയേ വിശന്തി സമയേ വർഷാംഭസാം ബിന്ദവഃ തേ മുക്താഫലതാം വ്രജന്തി, അവയാണ് മുത്തുമണികളായി മാറുന്നത്. ഇനി മുത്തുമണികൾ കാണപ്പെടുന്ന വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്. കൊമ്പനാനയുടെ മസ്തകം, അതിൻ്റെ ആ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ മുഴച്ചിരിക്കുമല്ലോ, അതിനെയാണ് മസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ധാരാളം മുത്തുകളുണ്ടെന്നാണ്. ഇപ്പം ആനയുടെ മണ്ടയടിച്ച് പൊട്ടിച്ച് നോക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം അത് മുത്തുകൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ചെപ്പ് പോലെയാണെന്ന്. അതാണ് ഇങ്ങനെ ആ ആനയുടെ മസ്തകം, മുമ്പിലുള്ള ആ ഉയർന്ന ഭാഗം. ആ കരികളുടെ കുംഭത്തിൽ, ആനകളുടെ മുമ്പിലുള്ള ആ ഉയർന്നിരിക്കുന്ന ഭാഗത്ത്
അവിടെയും മുത്തുകൾ കാണപ്പെടാം. ശുദ്ധൗ മൗക്തിക വത്സ്യുരുത്തമഗുണാ ഏതാസ്ത്രിധാ ജാതയഃ. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മുത്തുകൾ അമൂല്യങ്ങളായ മുത്തുകളാണ്, നല്ല ഗുണനിലവാരമുള്ള മുത്തുകളാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ കിട്ടും? മുളയുടെ ഉള്ളിലുള്ള മുളം തണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് മുത്തുകൾ കിട്ടും, പർവ്വതങ്ങളിൽ നിന്ന് കിട്ടും, സമുദ്രത്തിലുള്ള മുത്തുച്ചിപ്പികളുടെ ഉള്ളിലും മുത്തുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ആനയുടെ മസ്തകത്തിൻ്റെ ഉള്ളിലും മുത്തുകളുണ്ട്. ഇവയാണ് നല്ല ക്വാളിറ്റിയുള്ള മുത്തുകൾ. ബാക്കി മുത്തുകളൊന്നും ശ്രേഷ്ഠങ്ങളായി പരിഗണിക്കപ്പെടുന്നില്ല.